കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ആറാമത്തെ കൽപ്പന വ്യഭിചാരം ചെയ്യരുത്. അപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ആത്മാവിൻ്റെ ശുദ്ധിയാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവും ശരീരവും ഒരേ സമയത്ത് ശുദ്ധി പ്രാപിക്കണം. ആത്മാവും ശരീരം ഒരേ സമയത്ത് ദൈവത്തിന് കാഴ്ച സമർപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവിൽ നിന്നും, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. ആത്മാവിൻ്റെ ശുദ്ധിയാണ്, ശരീരത്തിന് ശുദ്ധിയാണ് കർത്താവ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഈ ശരീരത്തിന് ശുദ്ധി നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, ചാസ്റ്റിറ്റി അല്ലെങ്കിൽ വിശുദ്ധമായി ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിശുദ്ധി കാത്തു പരിപാലിക്കുക എന്നാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കുക, എല്ലാ ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഒരേ വ്യക്തിയോട്, ആ വ്യക്തിയോട് മാത്രം, ജീവിത പങ്കാളിയോട് മാത്രം തന്നെ സ്നേഹം പങ്കുവെക്കണം. ആ വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ പാപത്തിൻ്റെ ഒരു ചിന്ത വരുത്താൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിന് ശുദ്ധി, അത് ദൈവം തന്നെ ഒരു ദാനമാണ്. അപ്പോൾ ആ ദാനം നമ്മൾ ദൈവത്തിലേക്ക് തന്നെ വിശുദ്ധിയോടെ തന്നെ നമ്മൾ തിരിച്ച് സമർപ്പിക്കണം. അപ്പം ഞാൻ എന്ന വ്യക്തി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ, തിരിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ അതേ വിശുദ്ധിയോടെ, അതേ ശക്തിയോടെ നമ്മളെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം എന്നും കർത്താവിനെ കുരിശിൽ പിടിക്കണം, കർത്താവിനെ ചേർത്ത് പിടിക്കണം. കർത്താവിനെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായി ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ നീങ്ങാൻ നമുക്ക് സാധിക്കും. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ മോശമായ സിനിമകൾ ഇതൊന്നും കാണാൻ പാടില്ല. ഇതിനെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. പിന്നെ ഒരു കൂദാശ, ദ സേക്രമെന്റ് ഓഫ് മാട്രിമണി, വിവാഹ കൂദാശ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അവൻ്റെ ജീവിതത്തിൽ ആ ഒരു ജീവിതം കൊണ്ട് മറ്റു വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അനുവാദം ദൈവം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എന്തും, അതായത് സ്ത്രീകൾ തമ്മിൽ, പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം, അതെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കണം. മോശമായ ചിത്രങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഇതിനെല്ലാം നമ്മൾ മാറി ജീവിക്കുക. തമ്പുരാന്റെ മുമ്പിൽ വിശുദ്ധിയോടെ, സമർപ്പണ ജീവിതത്തോടെ നമ്മളായിരിക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മറ്റേതൊന്നിനെയും ആഗ്രഹിക്കാൻ പാടില്ല, മറ്റേതൊന്നിനും നമ്മളിലേക്ക് ആകർഷിക്കാനും പാടില്ല. തമ്പുരാന്റെ വിശുദ്ധിയായിരിക്കണം ഈ ലോകത്തിൽ ഓരോ വ്യക്തിക്ക് നമ്മൾ നൽകുന്നത്. തമ്പുരാന്റെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് കാത്തു പരിപാലിക്കാം നമ്മളെ തന്നെ. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ആമീൻ.